ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമചരിതം പറയുന്നതിൻ്റെ മുന്നോടിയായിട്ട് രാമതത്വത്തെ പറയുകയാണ് ശ്രീ പരമേശ്വരൻ. സാക്ഷാൽ പരമാത്മാവും പരമാനന്ദമൂർത്തിയും പുരുഷനും പ്രകൃതിക്കും കാരണഭൂതനും ഏകനും പരനും പുരുഷോത്തമനും ദേവനും അനന്തനും ആദിനാഥനുമാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞു. അവിടെ തീർത്തും വ്യക്തിഭാവത്തിനുപരി പാരമാർത്ഥികമായ സത്യസ്വരൂപത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ഓരോ പദവും ചെയ്തിട്ടുള്ളത്. തീർത്തും വ്യക്തിഭാവത്തിൽ ലോകലീലകൾ ആടുമ്പോഴും തീർത്തും വ്യക്തിഭാവത്തിൽ ധർമ്മസംസ്ഥാപന പ്രവൃത്തികൾ, ശിഷ്ടരക്ഷണം, ദുഷ്ടശിക്ഷണം തുടങ്ങിയവയൊക്കെ ചെയ്യുമ്പോഴും പാരമാർത്ഥികമായി രാമൻ്റെ ഭാവം അതിനെല്ലാം ഉപരി പരബ്രഹ്മം തന്നെ എന്ന് സദാ നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് രാമൻ്റെ ചരിത്രം പറയുന്നതിന് മുൻപായിട്ട് രാമതത്വം പറയുന്നത്. ഗുരുകാരുണ്യമൂർത്തി, ഗുരുകാരുണ്യമൂർത്തി, ഗുരു വർദ്ധിച്ച കാരുണ്യമൂർത്തിയാണ്. വർദ്ധിച്ച കാരുണ്യം, സർവ ലോകത്തോടുമുള്ള കാരുണ്യം, മൂർത്തിമത് ഭാവത്തെ പ്രാപിച്ചവനാണ് ശ്രീരാമൻ. പരമൻ, പരബ്രഹ്മം, പരമനാണ്. ഇങ്ങനെ വിശദമായി നമ്മുടെ ദൃഷ്ടിയെ പരമാത്മതത്വത്തിലേക്ക് ഉയർത്തിയിട്ട് നപുംസകലിംഗത്തിൽ പരബ്രഹ്മം എന്ന് വിശേഷിച്ച് പറയുന്നു. ഇത്രയും പറഞ്ഞതൊക്കെ പുല്ലിംഗത്തിലായിരുന്നു. അവിടെ നിന്നും ഉയർന്ന് കേവല നപുംസകലിംഗ പ്രയോഗത്തിൽ പരബ്രഹ്മം തന്നെയാണ് ശ്രീരാമൻ എന്ന് പറയുന്നു. പരമമായ ബ്രഹ്മം. സകല ജഗത് പ്രതിഭാസങ്ങളും ഏതൊരടിസ്ഥാന സത്യത്തിൽ നിന്നാണോ വികസിക്കുന്നത് ആ സത്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ബ്രഹ്മം എന്നുള്ള ശബ്ദം. ബ്രഹ്മണം, വിപുലീകരണം എന്നർത്ഥത്തിൽ. അത് പരമസത്യം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും സകല പ്രമാണങ്ങൾക്കും ഉപരിയുള്ളതാണെന്ന് കാണിക്കാൻ പരശബ്ദം വിനിയോഗിച്ചു. അങ്ങനെ പരബ്രഹ്മം തന്നെയാണ് രാമനെന്നറിയൂ. ജഗദുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ. പരമാർത്ഥത്തിൽ പരബ്രഹ്മം തന്നെയാണ് രാമൻ. എന്നാൽ അതോടൊപ്പം സത്വരജസ് തമോ ഗുണങ്ങളെ ആശ്രയിച്ച് ജഗത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ചെയ്യുന്ന ത്രിമൂർത്തികളും ഭഗവാൻ തന്നെ. അതാണ് ജഗദുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ. ജഗത്തിൻ്റെ ഉദ്ഭവത്തിനും, ഉദ്ഭവം ആവിർഭാവം, സ്ഥിതിക്കും സ്ഥിതി നിലനിൽപ്പ്, പ്രളയം വിലയിക്കൽ, ഈ ജഗത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വീക്ഷണം വളരെ ശ്രദ്ധേയമാണ്.
ആദ്യമായിട്ട് ജഗത്ത് ആരംഭിക്കുന്നെന്നോ അവസാനമായിട്ട് ജഗത്ത് നശിക്കുന്നു എന്നോ നമ്മൾ അംഗീകരിക്കുന്നില്ല. വൈദികമായി കാരണഭാവത്തിൽ നിന്ന് സ്ഥൂലഭാവത്തിലേക്കുള്ള ആവിർഭാവം നടക്കുന്നു. അതിനെ നമ്മൾ സൃഷ്ടി എന്ന് പറയുന്നു. അങ്ങനെ സ്ഥൂലമായ നിലകൊണ്ടത് കാരണത്തിലേക്ക് തീർത്തും വിലയിക്കുന്നു. അതിനെ നമ്മൾ പ്രളയമെന്ന് പറയുന്നു. ഈ ഉദ്ഭവവും പ്രളയവും ആവിർഭാവവും തിരോഭാവവുമാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഇല്ലാത്ത ഒന്നും പുതുതായിട്ടുണ്ടാവുന്നില്ല, ഉള്ള ഒന്നും ഒട്ട് നശിക്കുന്നുമില്ല. നശിക്കുന്നു എന്ന് പറയാം, കാണാതാകുന്നു എന്ന അർത്ഥത്തിൽ. മറിച്ച് ഇല്ലാതാകുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഇല്ലാത്ത ഒന്നും ഉണ്ടാവുന്നുമില്ല, ഉള്ള ഒന്നും ഇല്ലാതാകുന്നുമില്ല. മറിച്ച് ഓരോ കൽപ്പാദിയിലും ആവിർഭവിക്കും, ഓരോ കൽപ്പാന്തത്തിലും തിരോഭവിക്കും. ഈ ആവിർഭാവ തിരോഭാവങ്ങളെയാണ് നമ്മൾ സൃഷ്ടിയെന്നും സംഹാരമെന്നും അഥവാ പ്രളയമെന്നും ഒക്കെ പറയുന്നത്. അത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ജഗത്തിൻ്റെ ഉദ്ഭവത്തിനും സ്ഥിതിക്കും പ്രളയത്തിനും കർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ. വിരിഞ്ച ബ്രഹ്മാവ്, സൃഷ്ടിക്ക് കാരണഭൂതൻ. നാരായണൻ മഹാവിഷ്ണു, സ്ഥിതിക്ക് കാരണഭൂതൻ. അതുപോലെ ശിവാത്മകൻ, ശിവൻ പരമശിവൻ, സംഹാരത്തിന് കാരണഭൂതൻ. അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതന്മാരായ ഭാവങ്ങൾ, അവയുടെ മൊത്തം സമാഹാരമാണ് ശ്രീരാമനെന്ന് മനസ്സിലാക്കൂ. ജഗദുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ. അദ്വയൻ, അനാദ്യൻ, അജൻ, അവ്യയൻ, ആത്മാരാമൻ. അദ്വയനാണ്, രണ്ടാമതൊന്നില്ലാത്തവൻ. ഈശ്വര തത്വം ഏകമാണ്, അദ്വിതീയമാണ്. ഇവിടെ വേദത്തിന് ഈശ്വരനെ സംബന്ധിച്ച് ഏകൻ എന്ന് പറഞ്ഞാലും മതിയാവില്ല. അതുകൊണ്ട് എവിടെ എവിടെ ഏകൻ എന്ന് പറയുന്നുണ്ടോ അവിടെയൊക്കെ രണ്ടാമതൊന്നില്ലാത്ത ഏകൻ, അദ്വയനായ ഏകൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു തത്വം മനസ്സിലാക്കാതെ അനേക ഈശ്വരന്മാരെ ആദരിക്കുന്നവരാണെന്നും മറ്റും പല ധാരണാ പിശകുകളും വൈദിക ധർമ്മികളെ സംബന്ധിച്ച്, ധർമ്മത്തെ സംബന്ധിച്ചുമുണ്ട്. അറിയേണ്ടതാണ്, കോടിക്കണക്കിന് ദേവതകളുണ്ട്, എണ്ണമറ്റ ദേവന്മാരുണ്ട്. ദേവൻ 1, 2, 10 അല്ല, കോടിക്കണക്കിനുണ്ട്. എന്നാൽ അതിലൂടെ മുഴുവൻ ലക്ഷീകരിക്കപ്പെടുന്ന ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. 2 ഈശ്വരന്മാരില്ല. അതുകൊണ്ട് എവിടെ ഈശ്വരൻ ഏകനാണെന്ന് പറയുന്നു അവിടെയൊക്കെ അദ്വയൻ, അദ്വിതീയൻ എന്ന് വേദം പറയും. രണ്ടാമതൊന്നില്ലാത്ത ഏകനാണ് ഈശ്വരൻ. അദ്വയൻ, അനാദ്യൻ, സർവത്തിനും ആദി കാരണമായതുകൊണ്ട് അവന് മറ്റൊരാദിയില്ല. എല്ലാത്തിനും ആദിയാണ്. എല്ലാത്തിനും ആദിയായ തത്വം അനാദിയാണ്. അതിന് മറ്റൊരാദിയില്ല. അതാണ് അനാദ്യൻ എന്ന് പറഞ്ഞത്. അതിന് മറ്റൊരാദി കാരണമായിട്ടില്ലാത്തവൻ. അജൻ, അതുകൊണ്ട് തന്നെ ജന്മരഹിതൻ, മറ്റൊന്നിൽ നിന്ന് ജനിച്ചതല്ല. അവ്യയൻ, ജനിക്കാത്തത് കൊണ്ട് തന്നെ നശിക്കുന്നുമില്ല. ജനിക്കുന്നതൊക്കെ നശിക്കും, ജനനവുമില്ല നാശവുമില്ല. അജൻ, അവ്യയൻ, ആത്മാരാമൻ, ആത്മാരാമ സ്വരൂപമാണ്. തന്നിൽ താൻ തന്നെ രമിക്കുന്ന, തന്നിൽ ആരമിച്ച് കഴിയുന്ന, സദാ ആനന്ദഭാവത്തോടു കൂടിയ, അഥവാ ബാഹ്യ നിരപേക്ഷമായി ആനന്ദിക്കുന്ന ആ ഒരു ഭാവത്തോടു കൂടിയവനാണ് ആത്മാരാമൻ. അദ്വയൻ, അജൻ, അനാദ്യൻ, അവ്യയൻ, ആത്മാരാമൻ. തത്വാത്മാ, തത്വസ്വരൂപനാണ്. അങ്ങനെ രാമനെ മനസ്സിലാക്കിയാലും എന്ന് പറഞ്ഞ് രാമതത്വത്തെ ബോധിപ്പിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ് സാക്ഷാൽ പരമേശ്വരൻ. ആ ഭാഗം
നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. ഓ